ഇറങ്ങിയ ഏലിയായ ഒരു മാലാഖ വന്ന് തട്ടി ഉണർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ദേ, വെറുതെ എഴുന്നേറ്റ് ഭക്ഷിക്കാനല്ല പറഞ്ഞത്, ചൂടുള്ള അപ്പം. എന്തപ്പം അല്ലേ? നമ്മുടെ വീട്ടിൽ പലതരത്തിൽ അപ്പം ഉണ്ടാവാറില്ലേ? ചൂടുള്ളതും ഉണ്ടാവാറുണ്ട്, ചൂടില്ലാത്തതും ഉണ്ടാവാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ചിലപ്പോ അച്ഛനെ ഇങ്ങനെ ചൂടുള്ളത് കൊണ്ടുപോയി തരാറുണ്ട്. അപ്പൊ ചൂട് ആറാതെ കഴിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ചൂടുള്ള അപ്പം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് ഏത് ചൂടാണ്? തണുത്തു പോകാത്തപ്പം, ചൂടുള്ള അപ്പം. എന്താണ് അതിന്റെ വ്യത്യാസം? ചൂടുള്ള സ്നേഹത്തിന്റെ ഓർമ്മയാണ്. നിനക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചത് തണുത്തു പോയിട്ടില്ല. അത് തണുക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്റെ സ്നേഹത്തെ ഞാൻ ചൂട് പിടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ചൂടുള്ള സ്നേഹമാണ് ഇതാ കർത്താവ് ഏലിയാ പ്രവാചകന് മുമ്പിൽ വെച്ചു കൊടുക്കുന്നത്. എന്റെ ചൂടുള്ള ഹൃദയം, തുടിക്കുന്ന ഹൃദയം. അച്ഛൻ ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞ് 25ഉം 50ഉം വർഷമൊക്കെയായി, അല്ലെങ്കിൽ 10ഉം 20ഉം ഒക്കെ വർഷമായി, നീ നിന്റെ ഭർത്താവിന്, നീ നിന്റെ ഭാര്യയ്ക്ക് വിളമ്പുന്നത് ചൂടുള്ളപ്പമാണോ? അടുക്കളയിലെ കാര്യമല്ല അച്ഛൻ ചോദിച്ചത്. നീ നിന്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കുന്നത് ചൂടുള്ള സ്നേഹമാണോ? എന്ന് പറഞ്ഞാൽ ഫ്രഷായ സ്നേഹമാണോ, അല്ലെങ്കിൽ മടുത്തു മരവിച്ചിരിക്കുന്ന സ്നേഹമാണോ? മടുത്തച്ചു, മടുത്തു. ഭർത്താക്കന്മാര് വന്ന് പറഞ്ഞിട്ടുണ്ട്, മടുത്തു. ഭാര്യമാര് പറഞ്ഞിട്ടുണ്ട്, മടുത്തു. കല്യാണം കഴിഞ്ഞ് 5 വർഷമായവര് വന്ന് പറഞ്ഞിട്ടുണ്ട്, മടുത്തു. കല്യാണം കഴിഞ്ഞ് 3 മാസമായി കഴിഞ്ഞപ്പോ പറഞ്ഞു, മടുത്തു. മടുക്കാൻ 30 കൊല്ലം കഴിയണമെന്നൊന്നും ഇല്ലെന്നേ. ഒരാഴ്ച കഴിഞ്ഞപ്പോ മടുത്തു. അപ്പോൾ എലിയാ പ്രവാചകനെ ചൂടുപിടിപ്പിക്കാൻ, അവനെ വീണ്ടും ഉണർവുള്ളവനാക്കാൻ ഇതാ ദൈവം മാലാഖയെ അയച്ച് അവന് ചൂടുള്ളപ്പം കൊടുക്കുകയാണ്. നിന്റെ കൂടെയുള്ളവന്, കൂടെയുള്ളവൾക്ക് വീണ്ടും ജീവൻ ഉണ്ടാകണമെങ്കിൽ കുഞ്ഞെ, നിനക്കൊരു മാലാഖയാകാൻ കഴിയും. നീ എന്ത് ചെയ്താ മതി? നിന്റെ സ്നേഹത്തെ വീണ്ടും ഒന്ന് ചൂട് പിടിപ്പിച്ചാ മതി. തണുത്തുപോയ സ്നേഹമുണ്ടെങ്കിൽ, ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്നേഹത്തിന്റെ അപ്പത്തിന്റെ കാര്യം ഇപ്പൊ എങ്ങനെയാണ്? മഴ പെയ്തുകൊണ്ടൊന്നുമല്ല തണുത്തു പോയത്, മഴ പെയ്യണേലും മുമ്പ് തണുത്തില്ല. ഹല്ലേലൂയ. അത് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം തണുത്തുപോയിട്ടുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം തണുത്തുപോയിട്ടുണ്ട്. ജീവിത പങ്കാളികൾക്ക് പരസ്പരമുള്ള സ്നേഹം തണുത്തുപോയിട്ടുണ്ട്. സഹോദരങ്ങൾക്കിടയിലുള്ള സ്നേഹം തണുത്തുപോയിട്ടുണ്ട്. ഒന്ന് ചൂട് പിടിപ്പിക്കുന്നേ, നീ അവരനൊരു മാലാഖയാകണമെന്നേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചൂടുള്ള അപ്പവും വെള്ളവും നൽകി മാലാഖ ഏലിയാ പ്രവാചകനെ ശക്തിപ്പെടുത്തി. ആ ആശ്വാസത്തിന്റെ ബലത്തിൽ ഏലിയ 40 രാവും 40 പകലും നടന്ന് ഹോറബ് മലമുകളിൽ എത്തുകയാണ്.